ധനുഷ് നയൻതാര പ്രശ്നം സിനിമാ ലോകത്തെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ നയൻതാരയെ വിമർശിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് തമിഴകത്തെ ഫിലിം ജേർണലിസ്റ്റും മുൻ ഫിലിം മേക്കറുമായ അന്തനൻ. ധനുഷിൻ്റെ സ്വഭാവം നയൻതാര പറഞ്ഞതുപോലെയാണെങ്കിലും ഈ വിഷയത്തിൽ ധനുഷിൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് പണത്തിൻ്റെ വിഷയമല്ല, ഈഗോയാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കത്തിൽ വിഘ്നേഷിൻ്റെ പങ്കുമുണ്ട്. നാനും റൗഡി താൻ പ്രേക്ഷക പ്രീതി നേടിയെങ്കിലും ധനുഷിന് ഈ സിനിമ നഷ്ടമായിരുന്നു. ഈ സിനിമ നടക്കുമ്പോൾ വിഘ്നേഷ് ആരുമറിയുന്ന സംവിധായകനല്ല. 6 കോടി രൂപ ബജറ്റിൽ സിനിമ ചെയ്യാനാണ് ധനുഷ് പറഞ്ഞത്. വിജയ് സേതുപതി ശമ്പളം വാങ്ങാതെയാണ് അഭിനയിച്ചത്. ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലായി. ഇത് ധനുഷിനെ ഇഷ്ടപ്പെട്ടില്ല. ആ നീരസത്തോടെയാണ് പടം തുടങ്ങുന്നത്. ഷൂട്ടിങ്ങിനിടെ പകുതി സമയവും രണ്ടുപേരും കാരവാനിലിരുന്ന് സംസാരിക്കും. സിനിമ പെട്ടെന്ന് തീർത്തില്ല. ചെലവ് 16 കോടിയിലെത്തി. ധനുഷ് ടെൻഷനിലായിരുന്നെന്നും അന്തനൻ പറയുന്നു. 3 സെക്കൻഡ് വീഡിയോയ്ക്ക് 10 കോടി രൂപ ധനുഷ് ആവശ്യപ്പെടുന്നത് ആളുകൾക്ക് ആശ്ചര്യമായിരിക്കാം. ഇതേ നയൻതാര 10 ദിവസത്തെ ഷൂട്ടിന് 10 കോടി രൂപ ചോദിക്കുന്നത് അന്യായമല്ലേ? ധനുഷ് ഏറെക്കുറെ സിനിമ ഉപേക്ഷിച്ചതായിരുന്നു. ഒരു ഗാനരംഗം എടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ നീ വേണമെങ്കിൽ എടുത്തോ എന്ന് ധനുഷ് പറഞ്ഞു. ഒടുവിൽ നയൻതാര പണം കൊടുത്ത ശേഷമാണ് ഈ ഗാനം ഷൂട്ട് ചെയ്തത്. സിനിമ കിട്ടിയ വിലയ്ക്ക് ധനുഷ് വിറ്റു. ഇതോടെ 10 കോടി രൂപ നഷ്ടം വന്നു. ആ ദേഷ്യം ധനുഷിനുണ്ടായിരുന്നു, അന്തനൻ പറഞ്ഞു.